സെൽഫ് ലവിനെ പറ്റി നമ്മൾ സംസാരിച്ചാലോ? സെൽഫ് ലവ് എന്താണ്? സെൽഫ് ലവ് നമ്മളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് അല്ലേ? അതിന് ഇപ്പോൾ വൈറലായിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എല്ലാവരും എന്താ ചെയ്യുന്നതെന്നറിയോ? സെൽഫ് ലവ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ ഞാൻ പോയി മന്തി കഴിക്കും, എന്നിട്ട് സെൽഫ് ലവാന്ന് പറയും. എന്ത് ന്യായമാണോ? പിന്നെ ഗിൽട്ട് അടിച്ച് അയ്യോ എനിക്ക് 12 കിലോ കൂടി, ഞാൻ 1300 കാലറി കഴിച്ചു, ഇത് ചെയ്തു അത് ചെയ്തു, ഈ മന്തി കഴിക്കേണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മന്തി കഴിച്ചതിൻ്റെ ക്ഷീണം വേറെ, ഛർദി വേറെ, വയറിളക്കം വേറെ, അതിൻ്റെ കൂടെ മൈനീസ് കഴിച്ചതിൻ്റെ ഗിൽട്ട് വേറെ. അപ്പോഴായിരിക്കും ടി വിയിൽ പോയിട്ട് ഒരു റീല് കാണുന്നത്. എന്തായിരിക്കും? അയ്യോ ന്യൂസിൽ കേൾക്കുന്നത് ഈ മൈനീസ് കഴിച്ചിട്ട് ആ കട പൂട്ടി, റൈറ്റ്? അല്ലെങ്കിൽ പിന്നെ ഒരു റീല് കാണുകയായിരിക്കും മൈനീസ് ഉണ്ടാക്കുന്ന 1 കിലോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്. ഇതൊക്കെ അടിച്ച് ഗിൽട്ട് അടിക്കും. ഇതല്ല സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് എൻ്റെ മിററിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണാനുള്ള ആളെ ഞാൻ പോയി കണ്ട് മീറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ലവ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ? അതിനെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ഫ്യൂച്ചർ സെൽഫിനെ എനിക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് സെൽഫ് ലവ്. ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് തടി കുറയാൻ, ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാറ് മേടിക്കാൻ. ഈ കാര്യങ്ങൾക്ക് എത്തുക എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ ഹൗ. ഇത് ചെയ്യുന്ന മനുഷ്യർ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെൽഫ് ലവ്, ട്രൂലി സെൽഫ് ലവ് ആയിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ. ഇവരെ വിളിക്കുന്ന പേരാണ് ലൈഫ് കോച്ച്, ഇവരെ വിളിക്കുന്ന പേരാണ് ന്യൂട്രീഷനിസ്റ്റ്. ബോഡിനെയും മൈൻഡിനെയും റൈറ്റായിട്ട് അലൈൻ ചെയ്ത് എടുക്കുന്ന ആൾക്കാർ, ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ലവ്. ബോഡി റൈറ്റായിട്ട് മൈൻഡ് റൈറ്റായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒരു ഇക്വേഷനെ പറയുന്നതാണ്. ബാലൻസ്ഡ് ഡയറ്റ് അല്ല, ബാലൻസ് യോർ സെൽഫാണ്. എങ്ങനെയാണ് ഈ ബാലൻസ്ഡ് യോർ സെൽഫ് ആവുന്നത്? എപ്പോഴും മനസ്സിലാക്കുക, ബാലൻസ് ഇൻ ലൈഫ് വരുന്നത് ഒരു പ്ലേറ്റ് ഫുഡിൽ ഉണ്ടാവുമ്പോഴല്ല. റൈറ്റ് ചോയ്സസ്, റൈറ്റ് ടെക്നിക്സ്, റൈറ്റ് മെത്തേഡ്സ്. ഇത് പറഞ്ഞു തരാൻ ആർത്തിമികമായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ഷുവറായിട്ടും പോയി മീറ്റ് ചെയ്ത് ലൈഫിനെ ബെറ്റർമെൻറ്റിലോട്ട് എത്തിക്കുക, ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് എത്തിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന സെൽഫ് ലവിലോട്ട് നിങ്ങൾ എത്തുക. സെൽഫ് ലവിലോട്ട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഹാപ്പിനെസ്. എഗെയിൻ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഒരുപാട് വുമൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെക്കും, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും. ലൈക്ക് ഒരു ബൗൾ, സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ബൗൾ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭർത്താവിന് ഒരു ബൗൾ എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ ഫ്രണ്ട്സ് കൊച്ചു ഫുട്ബോൾ കഴിച്ചിട്ട് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി 2 ബൗൾ എടുത്ത് വെക്കും. അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞാവ ഉണ്ടെങ്കിൽ ആ കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ ഇനിയൊരു ബൗളും മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ ബൗൾ എവിടെ പോയി? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ഈ സാക്രിഫൈസിങ് മൈൻഡ് സെറ്റ് മാറ്റി വച്ച് എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ആദ്യം പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ ലൈഫ് ഒരു മീനിങ് ഫുള്ളായിട്ട് മാറും. നിങ്ങളുടെ ലൈഫ് മീനിങ് ഫുൾ ആക്കാണ്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷണൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അറിയുമ്പോഴാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. സോ എല്ലാ പേരൻസിനും പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്. കുട്ടികളെയും പഠിപ്പിക്കുക, നിങ്ങളും പഠിക്കുക. ഒരു റൈറ്റ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിക്കുക. ലൈഫ് കോച്ച് എവിടെയാണ് കിട്ടുക, ന്യൂട്രീഷനിസ്റ്റ് എവിടെയാണ് കിട്ടുക, മൈൻഡിനെയും ബോഡിനെയും എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. താങ്ക് യു.